ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു സർവ്വവിജ്ഞാന കോശമാണ് അല്ലേ, ഒരു എൻസൈക്ലോപീഡിയ ആണ്. അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിൽ മെയിനാണ് നമുക്ക് ഹെൽത്ത് അഡ്വൈസസ് കിട്ടുന്നത്. അത് നമുക്ക് ശരിയാവുമെന്ന് ട്രൈ ചെയ്യുമ്പം ചിലപ്പോൾ അതങ്ങനെ ആവണമെന്നില്ല. സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ടോപ്പിക്സ് എടുത്ത് ഇവാലുവേഷൻ നടത്തുകയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ഗുഡ് ഫോർ മീ, മൈ ബോഡി, അങ്ങനെ അല്ലെങ്കിൽ ആർക്കൊക്കെ ഉപകാരം ഉണ്ടാവും ഇല്ല എന്നുള്ളത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഓൾസോ. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് യോഗേർട്സ് ആണ്. റെഗുലർ യോഗേർട്ടും എടുത്തിട്ടുണ്ട്, ഗ്രീക്ക് യോഗേർട്ടും എടുത്തിട്ടുണ്ട്. റെഗുലർ യോഗേർട്ടിലുള്ള ആ വാട്ടർ കണ്ടന്റ് ഇല്ലേ, അതിന് വേ എന്ന് പറയാം, WHEY. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഹെവിയാണ്, അതായത് കാലറി കൂടുതലാണ്, മാത്രമല്ല പ്രോട്ടീൻ കണ്ടന്റും കൂടുതലാണ് ഇതിന് പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രോട്ടീൻ കുറവാണ്, കാലറിയും കുറവാണ്. അപ്പോൾ റെഗുലർലി കഴിക്കുമ്പോൾ നമുക്ക് ഇതാ നല്ലത്. അൺലെസ് ആൻഡ് അൺടിൽ സംബഡി ഹാവ് ആസ്ക്ഡ് യു ടു കൺസ്യൂം ഗ്രീക്ക് യോഗർട്ട്, ദിസ് വിൽ ഡു ദ ജോബ്. ബിക്കോസ് രണ്ടിലും റിച്ച് ആണ് പ്രോബയോട്ടിക്സ് എന്തിനാണ് നല്ലത്? നമ്മുടെ ഗട്ട് ഹെൽത്തിന്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയാസ് ഒക്കെ, ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാവാനൊക്കെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡാവും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുറേ പേരുണ്ട്. നമ്മുടെ സ്കിൻ കംപ്ലയിൻസ് വരും, പിന്നെ PCOS, അങ്ങനെ പല പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള മെയിൻ റീസൺ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ല അല്ലാഞ്ഞിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. സോ അത് ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാല് കുടിക്കാൻ പറ്റില്ല. സോ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ലാക്ടോസ് ഒക്കെ കൺവേർട്ടഡ് ആയി ഓൾറെഡി ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ. ഇനി അഥവാ വല്ല ലാക്ടോസും ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രോബയോട്ടിക്സ് അതിൻ്റെ കാര്യം ഏറ്റോളും. സോ യു ക്യാൻ ഹാവ് ദിസ്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് യോഗേർട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.